സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളായ കലാകാരന്മാർ പ്രതിഭ മാറ്റുരയ്ക്കുന്നതിനുള്ള സംസ്ഥാന കലാമേളയായ സർഗോത്സവം 2025 ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 28 മുതൽ 30 വരെ കണ്ണൂർ നഗരത്തിലെ 4 സ്റ്റേജുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലാമേളയിൽ വിജയികളാവുന്നവർക്ക് ബോർഡ് പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളായിട്ടുള്ള കലാകാരന്മാർക്ക് അവരുടെ പ്രതിഭ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംസ്ഥാനതല കലോത്സവമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്ഥാനതല കലോത്സവത്തിന് പാരലായിട്ട് പട്ടികവർഗ വികസന വകുപ്പ് നടത്തുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രേസ് മാർക്ക് ഉണ്ട്, നമ്മുടെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ളതാണ്. 2013 സംഘടിപ്പിച്ചു തുടങ്ങിയ സർഗോത്സവത്തിന്റെ 9ാമത് എഡിഷനാണ് കണ്ണൂർ ആദ്യമായി വേദിയാവുന്നത്. പട്ടികവർഗ സമൂഹങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ തന്നെ അവതരിപ്പിക്കുന്ന പരമ്പരാഗത നൃത്തങ്ങളും ഗാനങ്ങളും കലാമേളയുടെ പ്രത്യേകതയാണ്. നാടകവും സംഘനൃത്തവും നാടോടി നൃത്തവും ഉൾപ്പെടെ 31 ഇനങ്ങളിലായി സംസ്ഥാനത്തെ 1500 കലാപ്രതിഭകൾ 3 ദിവസങ്ങളിലായി രാപ്പകൽ നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരക്കും. സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം 28 വൈകുന്നേരം 5 മണിക്ക് കലക്ട്രേറ്റ് ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയും സമാപന സമ്മേളനവും സമ്മാനദാനവും 30 വൈകുന്നേരം 4 മണിക്ക് മന്ത്രി OR കേളുവും ഉദ്ഘാടനം ചെയ്യുമെന്നും ജനറൽ കൺവീനർ R രാജേഷ് കുമാറും S ഷിനുവും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.